മൂന്നാം വരവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങി കാശി വിശ്വനാഥ ക്ഷേത്രം 2024 മിന്നും വിജയത്തിന് പിന്നാലെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മോദി ഇന്ന് ദർശനം നടത്തും. മോദിയുടെ വരവിന് മുന്നോടിയായി നൂറുകണക്കിന് തൊഴിലാളികളാണ് ക്ഷേത്രം അലങ്കരിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2014 മോദിയുടെ വരവോടുകൂടിയാണ് വാരണാസിയിലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറി മറിഞ്ഞത്. 400 കോടി മുടക്കി കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയും ഗംഗാ പുനരുദ്ധാരണവും മോദി വാരണാസിയിലൂടെ വികസന നായകനായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൂന്നാം വരവ്. എങ്ങനെ നോക്കിക്കാണാം? ദേവിക, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്ക് ഇതാദ്യമായി എത്തുകയാണ്. കഴിഞ്ഞ 5-ാം തീയതി നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. പിന്നീട് സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള തിരക്കുകൾ. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശത്തേക്ക് പോയി. അതിനുശേഷം ഇന്നിപ്പോൾ വാരണാസിയിൽ സ്വന്തം മണ്ഡലത്തിലെത്തുന്നു. ഇത്തവണ 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്നും വിജയിച്ചു കയറിയത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ 2014 അദ്ദേഹം വാരണാസി തൻ്റെ സ്വന്തം മണ്ഡലമായി തെരഞ്ഞെടുക്കുന്നത്. ഗുജറാത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ചുവട് വയ്ക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അദ്ദേഹം ദേശീയ തലത്തിൽ എത്തുമ്പോൾ തെരഞ്ഞെടുത്ത മണ്ഡലം എന്നത് കാശി വിശ്വനാഥൻ്റെ സാന്നിധ്യമുള്ള വാരണാസിയായിരുന്നു. 2014-ലും 2019-ലും തിളക്കമാർന്ന വിജയമാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടിയത്. ഈ തവണയും 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവിടെ വിജയിച്ചു കയറി. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമായും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുക വിതരണം ചെയ്യുന്ന കർഷകരുടെ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ജ്യോതിർലിംഗത്തിൽ അദ്ദേഹം പ്രത്യേക പൂജയും ആരതിയും നടത്തും. എപ്പോഴെല്ലാം വാരണാസിയിൽ എത്തുന്നുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹം കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. ഇത്തവണയും അതിൽ ആ പതിവ് തെറ്റിക്കുന്നില്ല. ഒപ്പം വൈകുന്നേരം ദശാശ്വമേധ ഘാട്ടിൽ അദ്ദേഹം ഗംഗാ ആരതിയിലും പങ്കെടുക്കുന്നുണ്ട്. ഗംഗാ ആരതിക്ക് ശേഷമാണ് രാത്രിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം ദർശനം നടത്തുക. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും പങ്കെടുക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൻ്റെ മൂന്നാം ഊഴം നേരത്തെ നെഹ്റുവിന് ശേഷം മറ്റൊരു പ്രധാനമന്ത്രിയും തുടർ ഭരണത്തിൽ മൂന്നാം ഊഴത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ വളരെ ചരിത്രപരമായ ആ ഒരു വലിയ നേട്ടത്തിന് ശേഷം തൻ്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ദേവിക. റൈറ്റ്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു.